ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ജനുവരി 26. ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. റിപ്പബ്ലിക് ഡേ മാത്രമല്ല, ഇന്ന് നമ്മുടെ എമ്പുരാൻ, അതായത് ലൂസിഫറിന്റെ 2ാം ഭാഗത്തിന്റെ ടീസർ റിലീസ് ഡേ ആണ്. ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ ടീസർ റിലീസ് നമ്മുടെ യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ, അത് കണ്ടിട്ടുള്ള റിയാക്ഷൻ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ വേണ്ടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. തുടങ്ങാം. പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ്. മൾട്ടി ലാംഗ്വേജിലാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ, ഏതൊരു യുദ്ധഭൂമിയാണെന്ന് തോന്നുന്നു. ഡെത്ത് ടു ദ ഏബിൾ, ലൈക്ക, രാംദാസിന്റെ മുറി, ടോവിനോ, മഞ്ജു വാര്യർ, പി.കെ. രാംദാസിന്റെ സ്റ്റാച്ചു, സ്റ്റീഫന്റെ കാറ്. എൻ്റെ അമ്മോ, യുദ്ധത്തിന് പോകണം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. ക്യാമറയൊക്കെ കിടും കേട്ടോ. വരാം. ഒരു KGF ലെവൽ ഫ്രെയിം ഒക്കെ ഉണ്ട്. ലൂസിഫർ, ലാലേട്ടൻ, അമ്പോ, ലാലേട്ടൻ പൊളി ലുക്ക്, എബ്രാം ഖുറേഷി. ഒരു KGF ലുക്കിലുള്ള കുറെ ഫ്രെയിംസ് കാണുന്നുണ്ട് കേട്ടോ. പൊളിറ്റിക്സ് ഒക്കെ വിട്ടിട്ട് ആർമിയും ഖുറേഷിയും കൂടി തമ്മിലുള്ള യുദ്ധമാണ് കേട്ടോ. പൃഥ്വിരാജ് അല്ലേ പറയുന്നത്? അമ്പോ, ലാലേട്ടന്റെ ഗൺ ഷോട്ട്. എമ്പുരാൻ, ലാസ്റ്റ് ദേ പൃഥ്വിരാജ് സുകുമാരൻ. കിട്ടില്ല ഫ്രെയിം. ഇൻ തിയേറ്റേഴ്സ് 27 മാർച്ച് 2025. നല്ല ഹെവി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ഫ്രെയിമുകൾ. ഇതിൻ്റെ അകത്ത് CG കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള എല്ലാം ഒറിജിനൽ ഷോട്ടുകളാണെന്നാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത്. അതായത് ആ ഒരു നമ്മൾ കണ്ട ആ ഒരു സംഭവമില്ലേ, ആ ഒരു എന്താ പറയാ, യുദ്ധവിമാനങ്ങളും ആ ലൊക്കേഷനുകളൊക്കെ എല്ലാം ഒറിജിനലായിട്ടാണെന്നാണ് ഇതിന്റെ ആർട്ട് വർക്കിൽ ആൾക്കാർ പറഞ്ഞത്. ഈ പടത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഇതിന്റെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനാണെന്നുള്ളതാണ്. കാരണം എത്ര അലമ്പ് സ്ക്രിപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര കഴമ്പില്ല സ്ക്രിപ്റ്റ് ആണെങ്കിലും പുള്ളിയുടെ മേക്കിംഗ് കൊണ്ട് പടത്ത് വേറെ ലെവലിൽ എത്തിക്കും. നമ്മളൊരു സെക്കൻഡ് പാർട്ടിൽ ഇതുവരെ കുറെ പടങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ട് നമ്മുടെ ബാഹുബലിയും KGF ആണ് നമ്മുടെ എക്സ്പെക്ടേഷന്റെ മേളിൽ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ വരുമ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ അത്രയും തന്നെ നിൽക്കുന്നുണ്ട്. അത് പൃഥ്വിരാജും മോഹൻലാൽ ആന്റണി വരുമ്പോ അവർക്ക് കൂട്ടിയിട്ടൊക്കെ നമുക്ക് തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. പടം ഇറങ്ങുമ്പോൾ നമുക്കറിയാം. അപ്പൊ എനിക്ക് ടീച്ചർ ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള പൊളിറ്റിക്സ് ഒക്കെ വിട്ടിട്ട് ഒരു വാർ സെറ്റപ്പിലേക്ക് എത്തി തോന്നുന്നു. ആദ്യം ആദ്യത്തെ ഷോട്ട് കാണുന്നത് ഇറാഖിലായിരുന്നു. ഒരു ആർമിയും എബ്രാം ഖുറേഷിയും തമ്മിലുള്ള സെറ്റപ്പുകളാണെന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് മാർച്ച് 27 വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ പടത്തിന് FTFS പോയി കണ്ടിരിക്കും. കാരണം നമ്മുടെ ലാലേട്ടന്റെ പടമാണ്. ഇതേമാതിരി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്കിനി വേറൊരു പടത്തിൽ കിട്ടുമോ എന്നിനി നമുക്ക് അറിയില്ല. കാരണം കുറെ നാളുകളായിട്ട് നമുക്ക് ലാലേട്ടന്റെ പടങ്ങളൊക്കെ നമ്മുടെ ഹൈപ്പിനനുസരിച്ച് വരുന്നില്ലല്ലോ. എന്തായാലും എമ്പുരാൻ ലാലേട്ടന്റെ ഒരു ഗ്രാൻഡ് റീ എൻട്രി എന്ന് തരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.